പിന്നെ അവർ വിശദീകരിച്ചും പറഞ്ഞു, ഓ അതായിരുന്നു ഒന്ന്. ചുമ്മാ ബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളും അങ്ങനെയൊക്കെയാ. പക്ഷേ യൂദായുടെ മനോഭാവം കണ്ടോ? യേശുക്രിസ്തുവിന്റെ സഹോദരന് നല്ല കൊടുത്തേക്ക്, യേശുക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്നുള്ള ശരിയായ പ്രയോഗം അടിമയാണെന്നാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമകളാ. ദാസന് കൂലി കൊടുക്കും, സെർവന്റ് കൂലി കൊടുക്കും, ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കും, ശമ്പളമുണ്ട്. പക്ഷെ അടിമയ്ക്ക് ശമ്പളമൊന്നുമില്ല. ദാസൻ ആ പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. അടിമ അങ്ങനല്ല, നോക്കിയും കണ്ട് പറഞ്ഞില്ലെങ്കിലും കയറി ചെയ്യും. അത് അടിമ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമയാ. ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനം ഉള്ളപ്പോഴല്ല ലഘുലേഖ കൊടുക്കുന്നത്. ഇത് ജീവിതം അതായിരിക്കണം. സ്തോത്രം. മാസത്തിൽ ഒന്ന് ഒരു പ്രവർത്തനമല്ല. അങ്ങനെയൊക്കെ ഉണ്ട്, നല്ലതാ, എതിരൊന്നും. പക്ഷേ ജീവിതമേ ഇതായിരിക്കണം. ഈ കണ്ടമാനം പ്രവർത്തിക്കുന്നതിലും കുറച്ചുകൂടെ എഫക്റ്റ് അത് ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാ. അതെ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്താൽ എല്ലാവർക്കും പ്രാഗൽഭ്യം. അതുകൊണ്ട് നമ്മൾ അങ്ങ് ട്രാക്ട് അടിച്ച് വശം കെടുക്കുക. തമ്പിയുടെ ഹൃദയം. ഈ അടുത്ത സമയത്ത് ഒരു ട്രാക്ട് കണ്ടു, സണ്ണിയുടെ ഹൃദയം. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, സണ്ണിയുടെ മനുപാശം കണ്ടോ? ഞാനും കണ്ടു, എന്നെ കൊണ്ട് കാണിച്ചു. അച്ഛാ അതേണ്ട സണ്ണിയുടെ ഹൃദയം. യോ, അന്നേരം വേറൊരു പുള്ളി വടശ്ശേരിക്കാൻ പറഞ്ഞു, അവിടെ അവരിറക്കി രാജുവിൻ്റെ ഹൃദയം. എല്ലാം ഇഷ്ടം പോലെ ലഘുലേഖ നല്ലതാ. പക്ഷേ അവരുടെ നടുവിലൊന്ന് വെളിപ്പെടുത്തിക്കേ യേശുവിനെ. ദൈവത്തിന് മഹത്വം. അപ്പൊ യൂദയുടെ മനോഭാവം യേശുക്രിസ്തുവിന്റെ ദാസൻ. ഇനി വേറൊരു മനോഭാവത്തിന്റെ വേറൊരു പദം പറയാം. 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് നിങ്ങൾ ആ പദം കേട്ടോ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? ഞാനിങ്ങനെ പറയുന്നത്, യൂദായുടെ മനോഭാവം നല്ല മനോഭാവം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദാസനാ. അനിയനാണെന്നൊന്നും പറഞ്ഞില്ല, കുടുംബക്കാരനാണെന്നുമല്ല വെളിപ്പെടുത്തിയത്, ഒരമ്മയുടെ മക്കളാണെന്നൊന്നും വെളിപ്പെടുത്തിയില്ല. ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാ. ഈ മനോഭാവം വരാൻ കാര്യം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനസ്സിലായി അവിടുന്ന് ദൈവമാ. അതുകൊണ്ടായി മനോഭാവം. ദൈവത്തിന്റെ മകത്ത് നമ്മുടെയൊക്കെ മനോഭാവം ഒന്ന് മാറണേ. ഞാൻ ഈ സഭയിലെ മെയിൻ ആളാ, ഞാൻ ഈ സെൻറ്ററിലെ മെയിൻ ആളാ, ഞാൻ ഈ ലോക്കൽ സഭയിലെ മെയിൻ ആളാ, ഈ ഞാൻ നാട്ടിലെ മെയിൻ ആളാ. ആ മനോഭാവം ഇരിപ്പൊക്കെ ഒന്ന് കാണും ചിലരുടെ. ചിലർക്ക് കൈ തരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഇടയിലുമുണ്ട്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉദ്ദേശിച്ച കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന വലിയ വലിയ വീരന്മാരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വെറും പീത്തയാ. സ്തോത്രം. ഒരു പ്രഗത്ഭനായ ആളിന് ഞാനും ഉണ്ട്. കൈ കൊടുത്തപ്പോൾ പുള്ളി 2 പേരിലാ തന്നെ, 2 പേരിൽ എനിക്കങ്ങ് സങ്കടവും വന്നു. ആൾക്കാർ നോക്കി നിൽക്കുക. ഞാൻ ഇങ്ങനെയാ കൊടുത്തത്. പുള്ളി ഇങ്ങനെ എന്നോ പറയാൻ നമുക്ക് വല്ലതും പറയാൻ പറ്റൂ. അത് കഴിഞ്ഞ് ഞാൻ നോക്കും വേറൊരു പുള്ളി 1 പേരിലാ കൊടുത്തത്. അപ്പോൾ എനിക്ക് ആശ്വാസമായി, എനിക്ക് 2 തന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പം ഒരാൾക്ക് കൊടുത്തില്ല, ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നോടാ കൂടുതൽ, എനിക്ക് 2 തന്നില്ലേ. വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീക്ഷിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ചില കാശും പിടിപ്പും പുത്തനമുള്ള ആളിനെ കണ്ടപ്പം അങ്ങോട്ട് കൊടുത്തേച്ച് പുള്ളി വിടുന്നില്ല, കുലുക്കി ഇങ്ങനെ നിൽക്കുക. അവരതിനെന്തിന് പോണം ഇല്ല. പണ്ട് ഓണക്കളിക്ക് പറഞ്ഞ പോണം പക്കുടുക്കെ പോകണ്ട. നമ്മുടെയൊക്കെ മനോഭാവം, ഞാൻ എന്നെയും കൂടെ ആരെയും വിധിക്കുകയല്ല, എന്നെ പ്രതിയാക്കിയ നമ്മുടെ മനോഭാവം ഒന്ന് മാറണേ. ഇച്ചിരി ചുറ്റുപാടും ഒക്കെ ഉള്ളത് അത് കൊച്ചു വീട്ടിലെ അമ്മച്ചി, മറ്റേതോ തങ്ക സഹോദരി. മനോഭാവം മാറണേ. മറുഭാഷ പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയില്ല. മനോഭാവം മാറണേ. എല്ലാവരും ഒന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. വടക്കേടത്തെ അച്ചായൻ, മറ്റേതോ ബേബി സോരൻ, മൂത്തറ. എന്നാലും അങ്ങനെ മനോഭാവം മാറണേ. എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ച് നോക്കുന്നേ. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ, ഞാൻ എന്നെ പ്രതിയാക്കി പറഞ്ഞു. നമ്മുടെ മനോഭാവം മാറണം. ദൈവത്തിന്റെ മകത. യൂദായുടെ മനോഭാവം, യൂദാ പറയാ, ഒന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാ. രണ്ടാമത്തെ മനോഭാവം എന്താ? യൂദാ പറയാ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ, ഞങ്ങൾക്ക് കുടുംബക്കാർക്കെല്ലാം കൂടെ ഒരു രക്ഷയും കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. യൂദായുടെ മനോഭാവം, കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്കും ഈ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കും സകല എണ്ണത്തിനൊരൊറ്റ രക്ഷയേ ഉള്ളൂ, അത് യേശുക്രിസ്തു.
കത്തോലിക്കരാന്നേലും യാക്കോബയാന്നേലും ഓർത്തഡോക്സ് ആന്നേലും റീത്ത് ആന്നേലും ലണ്ടൻ ആന്നേലും ലത്തീൻ ആന്നേലും CMS ആന്നേലും ആംഗ്ലിക്കൻ ആകുന്നേലും സാൽവേഷൻ ആർമി ആന്നേലും പെന്തിക്കോസ് ആന്നേലും ബ്രദർ ആന്നേലും കൽദായ സുറിയാന കൽദായ യാക്കോബ, ഇനി കനാനായ യാക്കോബ, കനാനായ കത്തോലിക്ക, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാന്നേലും അവൻ ഹൈന്ദവനോ മുസ്ലിം സഹോദരനോ ബുദ്ധനോ ജൈനനോ ഫ്രാൻസിയോ ആരുമാകട്ടെ, സകല മനുഷ്യർക്ക് ഒരൊറ്റ രക്ഷയേ ഉള്ളൂ. അത് യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമത്തിൽ വിടുതലുണ്ട്, ഈ നാമത്തിൽ പാപമോചനമുണ്ട്, ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും.